നമസ്കാരം. ഇത് ഇവിടം കൊണ്ടൊന്നും അവസാനിക്കുന്ന ലക്ഷണമൊന്നും കാണുന്നില്ല. നിലവിൽ കോൺഗ്രസിൽ ഇപ്പോൾ അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത് കൂട്ടത്തല്ലോടെ തല്ലാണ്. ദേശീയ തലത്തിൽ പോലും പാർട്ടിക്ക് നാണക്കേടുണ്ടാക്കുന്ന തരത്തിലാണ് കാര്യങ്ങൾ ഇപ്പോൾ നടക്കുന്നത്. മുരളീധരന്റെ നാണം കെട്ട തോൽവിക്ക് പിന്നാലെയാണ് ഇത്തരത്തിലുള്ള സംഭവ വികാസങ്ങൾ കോൺഗ്രസിനുള്ളിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ തമ്മിലടി താഴെത്തട്ടിലേക്കും ഇപ്പോൾ വ്യാപിച്ചിരിക്കുകയാണ്. ഇതിന്റെ അടിസ്ഥാനത്തിൽ പാവറട്ടിയിൽ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ആന്റോ ലിജോയ്ക്കെതിരായിട്ട് ഒരു വിഭാഗം അണികൾ സമാന്തര യോഗം വിളിച്ചു ചേർത്തു. മണ്ഡലം വൈസ് പ്രസിഡന്റ് KC അബ്ദുള്ളയുടെ മേൽനോട്ടത്തിലായിരുന്നു യോഗം വിളിച്ചു ചേർത്തത്. DCC പ്രസിഡന്റ് ജോസ് വള്ളൂരിന്റെ അനുയായി കൂടിയാണ് ഈ പറഞ്ഞ ആന്റോ. പാർട്ടിക്കുള്ളിലെ പ്രശ്നങ്ങൾ മുഴുവനും സോൾവ് ചെയ്യാൻ ജില്ലാ നേതൃത്വം ഇടപെടാത്തതുകൊണ്ട് അതിനെതിരെ പ്രതിഷേധിച്ചാണ് സമാന്തര യോഗം വിളിച്ചുകൂട്ടിയത്. ആന്റോ ലിജോയെ ഭാരവാഹി സ്ഥാനത്ത് നിന്നും ഒഴിവാക്കണമെന്ന് ഒരു വിഭാഗം പ്രവർത്തകർ തെരഞ്ഞെടുപ്പ് സമയത്ത് തന്നെ ആവശ്യപ്പെട്ട ഒരു കാര്യമായിരുന്നു. എന്നാൽ താൽക്കാലിക പരിഹാരം എന്ന നിലയിൽ പഞ്ചായത്തിലെ തെരഞ്ഞെടുപ്പ് സമിതിയുടെ ചെയർമാൻ സ്ഥാനം ആന്റോയ്ക്ക് കൊടുക്കാതെ ബ്ലോക്ക് പഞ്ചായത്ത് പ്രതിപക്ഷ നേതാവിനാണ് നൽകിയത്. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ മണ്ഡലം പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് ആന്റോയെ നൈസായിട്ട് അങ്ങ് മാറ്റാമെന്ന് DCC പ്രസിഡന്റ് ജോസ് വള്ളൂർ ഉറപ്പ് കൊടുത്തിട്ടുണ്ടായിരുന്നു. എന്നാൽ അടുത്ത അനുയായിയായ ആന്റോയെ സംരക്ഷിക്കുന്ന ഒരു നിലപാടാണ് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം വള്ളൂർ തീരുമാനിച്ചത്. തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഭാരവാഹി സ്ഥാനത്ത് നിന്ന് മാറ്റിയതിനാൽ ആന്റോ പ്രചാരണ രംഗത്ത് സജീവമായിരുന്നില്ലെന്ന് പരാതിയും ഉയർന്നു വന്നിട്ടുണ്ടായിരുന്നു. കോൺഗ്രസിന്റെ ശക്തി കേന്ദ്രമായ പാവറട്ടിയിൽ ഇത്തവണ വോട്ട് ചോർന്നതായും അറിയാൻ കഴിയുന്നുണ്ട്. ഇനി വരാൻ പോകുന്ന പാവറട്ടി സഹകരണ ബാങ്ക് തെരഞ്ഞെടുപ്പിൽ വിമത പാനൽ വെച്ച് മത്സരിക്കാനാണ് സമാന്തര ഗ്രൂപ്പിന്റെ ഇപ്പോഴത്തെ അന്തിമ തീരുമാനം. കോൺഗ്രസിന്റെ സിറ്റിംഗ് വാർഡിൽ നടക്കാനിരിക്കുന്ന ഉപതെരഞ്ഞെടുപ്പിലും ഇതിന് സമാന നീക്കം ഉണ്ടാകുമെന്നാണ് അറിയാൻ കഴിയുന്നത്. വഴക്കും അടിക്കുമുള്ള മഴയും ഗോളുമാണ് കോൺഗ്രസിനുള്ളിൽ ഇപ്പോൾ നടക്കുന്നത്. ശരിക്കും ഇതിനൊരു അന്ത്യമൊക്കെ വേണ്ടേ കോൺഗ്രസ് ഭാരവാഹികളെ?